ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇന്നലെ വരെ പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ കാത്തിരിപ്പ് വെറുതെയായി. മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലേക്ക് വരില്ല. ഇക്കാര്യം അർജന്റീന ടീം ഔദ്യോഗികമായി അറിയിച്ചതായി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഈ ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെട്ട ടീം കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ടീം അറിയിച്ചതിനാലാണ് പണം അടച്ചതെന്നും മന്ത്രി പറഞ്ഞു. കായിക മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച് അർജന്റീന ടീമുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം അടയ്ക്കാൻ അർജന്റീന ടീം മെയിൽ വഴി നിർദ്ദേശിച്ചത്. ആ മെയിൽ വന്നതോടെയാണ് പണം അയച്ചത്. 2 വിൻഡോയാണ് അർജന്റീന ടീം മുൻപിൽ വെച്ചത്: ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അതിനുശേഷം അവർ ഒക്ടോബറിൽ എന്തായാലും വരുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പണം അയച്ചത്. എന്നാൽ പണം കൈപ്പറ്റിയതിന് ശേഷമാണ് ഈ വർഷം കേരളത്തിലേക്ക് വരാൻ കഴിയില്ല എന്നവർ പറഞ്ഞത്. കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നൽകാനുള്ള എല്ലാ ഉത്തരവാദിത്വവും അർജന്റീന ടീമിനാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യതയും ഇല്ല എന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 130 കോടി രൂപ നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണം വാങ്ങിയ ശേഷം വരാതിരിക്കുന്നത് ചതിയാണെന്നും വരാതിരുന്നാൽ നിയമ നടപടികൾ ആലോചിക്കുമെന്നും ആൻഡോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കാനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ കേരളത്തിൽ കളിക്കാമെന്ന് അവർ സമ്മതിച്ചതുമാണ്. അതിൻ്റെ ഭാഗമായി ജൂൺ 6-നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 130 കോടി രൂപ നൽകിയത്. എല്ലാ അനുമതിയും എടുത്ത ശേഷമാണ് ആ പണം നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ വർഷം വരില്ലെന്നാണ് അവർ അറിയിച്ചത്. 2026 ലോകകപ്പിന് ശേഷം വരാമെന്നാണ് അവർ പിന്നീട് അറിയിച്ചത്. മെസ്സിയും സംഘവും വരികയാണെങ്കിൽ ഈ വർഷം തന്നെ വരണമെന്നും ആൻഡോ അഗസ്റ്റിൻ പറയുന്നു. പണം വാങ്ങിയിട്ട് വരാൻ കഴിയില്ലെന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. പണം വാങ്ങുന്നതിന് മുന്നേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താമായിരുന്നു. എന്നാൽ പണം വാങ്ങി തീയതി ഉറപ്പിച്ച ശേഷം വരാൻ പറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ല. ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റായി ഇത് മാറ്റാനാണ് തീരുമാനിച്ചിരുന്നത്. 1 കോടി ആളുകൾ പങ്കെടുക്കും എന്നത് അടക്കമുള്ള വിവരങ്ങളും നൽകിയിരുന്നു. ഫിഫ വേൾഡ് കപ്പ് മോഡൽ ഉദ്ഘാടനമായിരുന്നു പ്ലാൻ ചെയ്തതെന്നും ആൻഡോ പറയുന്നു. കൊൽക്കത്തയിലെ ഒരു കമ്പനിയുമായി താൻ ചർച്ച ചെയ്തിരുന്നു. മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ജേഴ്സി ഒപ്പുവെക്കാനും 1,80,00,000 രൂപയാണ് വാങ്ങുന്നത്. അങ്ങനെ 100 പേരെ കിട്ടിയാൽ തന്നെ 180 കോടി ആകുന്നുണ്ട്. മെസ്സിയും ടീമും ഡൽഹി, ബോംബെ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വരുന്നു, കേരളത്തിൽ വരുന്നില്ല എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. മെസ്സി കേരളത്തിൽ വരില്ലെങ്കിൽ മറ്റെവിടെയും വരില്ല എന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. എന്നാൽ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി റിപ്പോർട്ടർ TV ഇതിനെ കാണുന്നില്ല എന്നും അങ്ങനെയാണെങ്കിൽ മെസ്സിയെ മാത്രം കൊണ്ടുവന്നാൽ മതിയെന്നും ആൻഡോ അഗസ്റ്റിൻ ചോദിക്കുന്നു. മെസ്സിയെ കൊണ്ടുവന്നാൽ മാത്രം കാര്യം നടക്കുമോ? കേരളത്തിൽ കൊണ്ടുവന്ന് വേൾഡ് കപ്പ് പോലെ ഒരു ഈവൻറ്റ് നടത്തുക എന്നതാണ് ലക്ഷ്യം. അതിന് റിപ്പോർട്ടർ TV എടുത്ത റിസ്കോ പണം അയച്ചതോ കാണാതെ ഞങ്ങളെന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് പലരും പറയുന്നത്. മാധ്യമങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയണം. മെസ്സി വരില്ലെന്ന് ആരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞോ? ഇല്ല. മെസ്സിയെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും. അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. റിപ്പോർട്ടർ TVയെയും സർക്കാരിനെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന് അർജന്റീന കരുതണ്ടെന്നും ആൻഡോ അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ എത്തുമെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ, കൊൽക്കത്ത, ഡൽഹി നഗരങ്ങൾ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വാങ്കഡെ സ്റ്റേഡിയം, ഈഡൻ ഗാർഡൻസ്, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്.